മദ്യത്തിന്റെ പേരിൽ ഇന്നലെ നമ്മൾ സ്വന്തം കേരളത്തിലെ തലസ്ഥാന നഗരിയിൽ നടന്ന സംഭവമാണ് നിങ്ങൾ കണ്ടത്. ഞാൻ മുമ്പൊരു മദ്യപാനത്തെ പറ്റിയും അതുപോലെ തന്നെ ലഹരിയെ പറ്റി കുറിച്ചൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടിരുന്നു. അതിന്റെ ആ ഒരൊറ്റ വീഡിയോ ഇട്ടതിന്റെ പേരിൽ എത്ര തെറി കമന്റുകളാണ്, അതുപോലെ തന്നെ എന്തെല്ലാമാണ് അതിന്റെ കമന്റിൽ വന്ന് മോശമായി നമ്മൾ പറഞ്ഞത്. ഈ മദ്യം എന്ന സംഗതി ഒരു മനുഷ്യന് ഒരു ഗുണമില്ല എന്ന് മാത്രമല്ല, അതുകൊണ്ട് ദോഷങ്ങൾ എമ്പാടുമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, മദ്യം എല്ലാ തിന്മകളുടെയും മാതാവാണ്. അതുകൊണ്ട് ഇസ്ലാം ഒരിക്കലും ലഹരിയെയും മദ്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് നമ്മുടെ വീടകങ്ങളിലേക്കോ നമ്മുടെ ചുറ്റുപാടുകളിലേക്കോ അതിന്റെ ഒരു അംശത്തെ പോലും എത്തിക്കരുത് എന്നാണ് പറഞ്ഞത്. നമ്മുടെ ഇങ്ങനത്തെ എത്ര കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ സുപരിചിതമായി കൊണ്ടിരിക്കും. അതിന് യാതൊരു കൺട്രോൾ ഇല്ലാത്ത രൂപത്തിലാണ് നമ്മുടെ നാടുകൾ നടമാടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാറ്റിനും കാരണം അതിന്റെയൊക്കെ പിന്നിൽ, നമ്മുടെ നാട്ടിലെ കൊലപാതകങ്ങൾക്കൊക്കെ പിന്നിൽ ഏറെ പ്രധാനപ്പെട്ട കാര്യം ലഹരി എന്ന വിഷയമാണ്. അതുകൊണ്ടാണ് ഈ ലഹരിയെപ്പറ്റി ഇത്ര ശക്തമായി പറഞ്ഞത്. ഒരിക്കലും ലഹരി ഉപയോഗിച്ച് ഉള്ള ഒരു ജീവിതം നമുക്ക് വേണ്ട എന്ന് നമ്മൾ മാത്രം തീരുമാനിച്ചാൽ പോലെ നമ്മുടെ തലമുറകൾക്ക് കൂടി അത് വാർത്തെടുത്ത് അവർക്ക് വേണ്ട ലഹരി വിരുദ്ധ ഉത്ബോധനങ്ങളും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണമെന്ന് പ്രത്യേകം അറിയിക്കണം. ഇന്നത്തെ ജനറേഷനുകൾ അധികവും ലഹരിയുടെയും കഞ്ചാവിന്റെയും MDMA തുടങ്ങി വേണ്ടാവൃത്തികളുടെ ലോകത്താണ് നമ്മുടെ എല്ലാ കൂട്ടുകെട്ടുകാരും നമ്മുടെ പാവപ്പെട്ട സുഹൃത്തുക്കളൊക്കെ പെട്ടുപോവുകയാണ്. അതുകൊണ്ട് ഒരിക്കലും അതിൽ പെട്ടവരെ നമ്മൾ ഒരിക്കലും പഴി ചാരാതെ അവരെ നമ്മുടെ യഥാർത്ഥമായ നല്ല രീതിയിലേക്ക് നമ്മളൊക്കെ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. അതാണ് ഇന്നത്തെ ദുനിയാവിൽ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദഅവത്ത്. അതുകൊണ്ട് ലഹരിയോട് ഒരിക്കലും നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെന്റും പാടില്ല. നമ്മുടെ സർക്കാരൊന്നും ഇതിനൊരിക്കലും എന്ത് ചെയ്യൂല, ഈ ലഹരിയോട് നോ പറയാൻ ഒരിക്കലും തീരുമാനം എടുക്കൂല. അതുകൊണ്ട് നമ്മളെങ്കിലും സ്വന്തം നന്നാവുക, നമ്മളെ ചുറ്റുപാട് നന്നാക്കാൻ ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ.